വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. അങ്ങനെ വീണ്ടും വ്യാളിപ്പടത്തിന് റിവ്യൂ കൊടുത്തതിന് അശ്വന്ത് കൊക്കിനെതിരെ വീണ്ടും കേസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഉമ്മർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ? കുറെ വാണപ്പടങ്ങൾ പടച്ചു വിട്ട് നാട്ടിലെ മനുഷ്യന്റെ സമയവും പൈസയും കളയാനായിട്ട് ഇറങ്ങിത്തിരിക്കും കുറെ എണ്ണം. എന്നിട്ട് അതിനെതിരെ റിവ്യൂ വരുന്ന ഉടനെ റിവ്യൂ ഇട്ട് പടം നശിപ്പിച്ചു, കോടികളുടെ നഷ്ടം ഉണ്ടാക്കി, അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ 100 കോടി ക്ലബ് അടിക്കേണ്ട പടമാണ് എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ കേസ് കൊടുക്കുന്നത്. എന്ത് തേങ്ങയായി കാണിക്കുന്നത്? അശ്വന്ത് കൊക്കിന്റെ റിവ്യൂ കാരണമാണ് ഇവന്മാർക്കൊക്കെ 100 കോടി നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവന്മാർ ഈ പറച്ചിലും കേസ് കൊടുക്കലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇമ്മാതിരി വ്യാളി സാധനങ്ങളൊന്നും കൊണ്ടു കൊടുത്താൽ ആരും തിയേറ്ററിൽ കയറൂല. അതിപ്പോൾ കോക്കാച്ച് റിവ്യൂ ഇട്ടാലും റിവ്യൂ ഇട്ടില്ലെങ്കിലും പടം നല്ലതല്ലെങ്കിൽ ഒറ്റ ഒരുത്തം തിയേറ്ററിൽ കയറൂല. അത് ഈ വേർഡ് ഓഫ് മൗത്ത് എന്നൊരു സാധനമുണ്ട്. ഈ അശ്വന്ത് കൊക്കിന്റെ റിവ്യൂ അല്ല അവസാന വാക്ക്. ഇപ്പം കൊക്ക് റിവ്യൂ ഇട്ടില്ലെങ്കിലും വേർഡ് ഓഫ് മൗത്ത് വഴി ഇത് പ്രചരിക്കും. പടം കൊള്ളുമോ ഇല്ലയോ, പടം കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ ഈസിലി പ്രചരിക്കും. ആളുകൾ തിരിഞ്ഞു നോക്കൂല. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹൈപ്പില്ലാതെ വന്നാലും എത്ര നെഗറ്റീവ് റിവ്യൂ, ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞാലും പടത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ആൾ തിയേറ്ററിൽ കയറും, കോടികളൊക്കെ ഈസി ആയിട്ട് അടിക്കും. അതിപ്പം എത്ര റിവ്യൂകൾ അശ്വന്ത് കൊക്ക് നെഗറ്റീവ് പറഞ്ഞതിന് കമൻറ്റ് സെക്ഷനിൽ വന്ന് പോസിറ്റീവ്. ഏതാണ് ഈ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു ഞാൻ മറന്നുപോയി, ഭീഷ്മയാണെന്ന് തോന്നുന്നു. അതിന് കൊക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാണ്, എന്നിട്ട് അത് വിജയിച്ചില്ലേ? അതുപോലെ തന്നെ അശ്വന്ത് കൊക്ക് പോസിറ്റീവ് പറഞ്ഞ ഏതൊക്കെയോ പടത്തിൻ്റെ അടിയിൽ നാട്ടുകാർ വന്ന് പൂരത്തെറി വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോഴാണ് ഇതുപോലെ കുറേ വ്യാളി പടങ്ങൾ എടുത്തു വെച്ചിട്ട് വഴി നടക്കുന്ന പട്ടിയെ പിടിച്ച് കാണിച്ചാൽ പോലും പട്ടി കാർക്കിച്ച് തുപ്പുന്ന പടമൊക്കെ എടുത്തു വെച്ചിട്ട് കോക്ക് റിവ്യൂ കൊടുത്തത് കൊണ്ടാണ് 100 കോടി കയറാഞ്ഞതെന്നും പറഞ്ഞ് കുറേ പ്രൊഡ്യൂസേഴ്സും സംവിധായകന്മാരും വരും. ഇവന്മാർക്ക് സ്വയം ഒരു ബോധം ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിലും മറ്റേ പഴഞ്ചൊല്ല് പറയാമല്ലോ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ ഒരു റീസിസ്റ്റ് പഴഞ്ചൊല്ലാണ്. എന്നാലും അങ്ങനെ പറയുന്ന പോലെ സ്വന്തമായി ഇവർ പിടിച്ച സിനിമ ഇവർക്ക് 100 കോടി 200 കോടി ക്ലബ്ബിൽ കയറേണ്ട പടമാണ് എന്ന് ചിന്തിച്ചിട്ടാണ് തിയേറ്ററിലോട്ട് തള്ളിവിടുന്നത്. ഇത് ഓഡിയൻസിനെ മനസ്സിലാക്കി സാധനം ഇറക്കി വിടുക. നിങ്ങളുടെ എഫേർട്ട് ഇട്ട് സിനിമ എടുക്കുന്ന പോലെ, പൈസ മുടക്കി സിനിമ എടുക്കുന്ന പോലെയാണ് ഇവിടെ നാട്ടിൽ ഓരോ സാധാരണക്കാരനും, സിനിമ പ്രേമിയായിട്ടുള്ള ഓരോ സാധാരണക്കാരനും അവൻ്റെ സമയം 2-2.5 മണിക്കൂർ തിയേറ്ററിൽ എത്തണമെങ്കിൽ അതിനുള്ള ട്രാവൽ അടക്കം ഒരു 3-3.5 മണിക്കൂർ കളഞ്ഞിട്ടാണ് ഓരോ സാധാരണക്കാരനും, സിനിമ പ്രേമികളായിട്ടുള്ള ഓരോ സാധാരണക്കാരനും തിയേറ്ററിൽ വരുന്നത്. അവിടെ വന്ന് തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ എത്രയാവും? ഒരു 100-200 തിയേറ്റർ അനുസരിച്ച് മാറും. എന്നാലും പോട്ടെ, ഒരു 250 രൂപ കൂട്ടാം. 250 രൂപ തിയേറ്ററിൽ ടിക്കറ്റും എടുത്ത് അവിടെ നിന്ന് ഇപ്പോൾ സാധനങ്ങൾ, വെള്ളം മേടിക്കുകയോ പോപ്കോൺ മേടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അതിന് ഒരു 100-150 രൂപ ആ വഴിക്കും പോയി. പിന്നെ ട്രാവൽ ചെയ്യാനുള്ള പൈസ, ട്രാവൽ ചെയ്യാൻ ബൈക്കിനാണ് വരുന്നതെങ്കിൽ പെട്രോൾ അടിക്കണം, ബസ്സിനാണ് വരുന്നതെങ്കിൽ ബസ്സിന് ടിക്കറ്റ് എടുക്കണം. എങ്ങനെ പോയാലും ഒരു സിനിമ കാണാൻ ഒരു 1,500 രൂപയും 3-3.5 മണിക്കൂറും പോകും. അപ്പോൾ സാധാരണക്കാരൻ്റെ സമയത്തിനും പൈസയ്ക്കൊന്നും വിലയില്ലടി. നീയൊക്കെ ചിലവാക്കുന്ന ഈ കോടികൾക്ക് മാത്രമേ വിലയുള്ളൂ. സാധാരണക്കാരുടെ സമയത്തിനും പൈസയ്ക്കൊന്നും വിലയില്ലേ? എത്ര വാളിപ്പടത്തിന്, വാണക്കുറ്റി പടത്തിനെല്ലാം ഇവന്മാർ പൈസയും കൊടുത്ത് ഈ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഉള്ള കുറേ ട്രോൾ പേജുകൾക്ക് പൈസയും കൊടുത്ത് അയ്യോ അമ്പോ തൂക്കിയടി, നായകൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ രോമാഞ്ചം, നായിക ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞ് പടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ കുറേ ട്രോള് മീമുകൾ എല്ലാം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കിടന്ന് കറങ്ങുന്ന കാണാം. ഇവന്മാർ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ട് ആൾക്കാർ പോയി കാണുമ്പോൾ ഇതെന്താ വരാതെന്നും പറഞ്ഞ് സമയം പോയല്ലോ പൈസ പോയല്ലോ എന്നുള്ള വിഷമത്തോടെ വരുന്ന നമുക്കൊന്നും ഒരു വിലയില്ലേ? ഇവന്മാർ പൈസ കൊടുത്ത് അഴുക്ക പടത്തിന് പോസിറ്റീവ് പറയുന്നതിന് കുഴപ്പമില്ല. സാധാരണക്കാരൻ കണ്ടിട്ട് പടം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുഴപ്പം, അതിന് കേസ് കൊടുക്കാൻ പോകുന്നു. പടം നന്നായി കഴിഞ്ഞാൽ ക്രെഡിറ്റ് മൊത്തം ഡയറക്ടറിന്. ഡയറക്ടർ കില്ലാടി. പടം 100 കോടി അടിച്ചാൽ നിങ്ങൾ പറയുമോ ഈ റിവ്യൂവേഴ്സ് അശ്വന്ത് കൊക്ക് വന്ന് റിവ്യൂ കൊടുത്തിട്ടാണ്, പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്തിട്ടാണ് നാട്ടുകാർ മൊത്തം ഇടിച്ചു തള്ളി തിയേറ്ററിൽ കയറിയത്, അതുകൊണ്ടാണ് 100 കോടി കിട്ടിയെന്ന് പറയുമോ? ഇല്ല. അപ്പം ക്രെഡിറ്റ് മൊത്തം ഡയറക്ടർക്ക്, അഭിനയിച്ച ആൾക്ക്, പ്രൊഡ്യൂസർക്ക്, ഇവർക്കെല്ലാം പോകും. ഇത് ഊത്ത പടം എടുത്ത് വെച്ചിട്ട് അശ്വന്ത് കൊക്ക് വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും റിവ്യൂവേഴ്സ് വന്ന് അവരുടെ അഭിപ്രായം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പടം പൊട്ടിയത് മൊത്തം ഇവന്മാരുടെ തലയിൽ. അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പഠിക്കുക. പടം നന്നായാലും പടം മോശമായാലും അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന്, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ കഥ എഴുതിയ, പടത്തിൽ അഭിനയിച്ചവരുടെ, അല്ലെങ്കിൽ കഥ ഫ്ലോപ്പായത് കൊണ്ടാണ്, നിങ്ങൾ ഇങ്ങനെ പണി വെച്ചത് കൊണ്ടാണ് അത് ഫ്ലോപ്പായത് എന്ന് അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പഠിക്കുക. എന്നിട്ട് ഈ പണിക്കിറങ്ങി. അപ്പോൾ കുറേ മൊണ്ണത്തലയന്മാർ വന്നിട്ട് ചോദിക്കുമെങ്കിൽ പിന്നെ നീ ഒരു സിനിമ എടുത്ത് കാണിക്കുക. അശ്വന്ത് കൊക്ക് ഈ നെഗറ്റീവ് പറയുന്നതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഒരുപാട് എണ്ണം, കുറേ എണ്ണം ചിലയ്ക്കുന്ന കാണുന്നതാണ്. നീ ഒരു പടം എടുത്ത് കാണിക്കുക, എല്ലാം തികഞ്ഞ പടം എടുത്ത് കാണിക്കുമെന്ന് പറയുന്ന കേൾക്കാം. ഒരു ബിരിയാണി തിന്നിട്ട് അതൊരു തൊലിഞ്ഞ ബിരിയാണിയാണ്, ഇത് കൊള്ളൂല എന്ന് പറയാൻ വലിയ ഗോർഡൻ റംസിയോ അല്ലെങ്കിൽ ഷെഫ് പിള്ളയോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ബിരിയാണിയുടെ ടേസ്റ്റ് അറിയാവുന്ന ഏതൊരു സാധാരണക്കാരനും പറയാം ബിരിയാണി തിന്നിട്ട് അത് കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയാൻ. ഇതെന്ത് തേങ്ങാന്ന് ചോദിക്കാൻ ആ കഴിക്കുന്നവന് അവകാശമുണ്ട്. അതുപോലെ തന്നെ സിനിമ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, അതിനകത്ത് ഇന്ന പോരായ്മകളുണ്ടെന്ന് പറയണമെങ്കിൽ സിനിമ
ആസ്വദിക്കുന്ന ഏതൊരുത്തിനും ഒരാൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും അയാളുടെ ടേസ്റ്റിന്, അല്ലെങ്കിൽ അയാളുടെ ടേസ്റ്റിനൊത്ത സിനിമയല്ല അയാൾ ഇത്ര നാൾ കണ്ടിട്ടുള്ള സിനിമകൾ, അയാൾ ഇത്ര നാൾ ആസ്വദിച്ചിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് ഒരു സിനിഫയലിന് ഈസി ആയിട്ട് മനസ്സിലാവും. അതിന് വലിയ ഡയറക്ടറോ അതിന് വലിയ നോളനൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ ഡയറക്ടറിന് മാത്രം വന്ന് നെഗറ്റീവ് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1,500 രൂപ മുടക്കി 3-3.5 മണിക്കൂർ ജീവിതത്തിലെ 3-3.5 മണിക്കൂർ മുടക്കി സിനിമ കാണുന്ന ഏതൊരാൾക്കും അഭിപ്രായം പറയാം. അപ്പോൾ പടം കൊള്ളത്തില്ല, നീയൊക്കെ ഇങ്ങനെ വണ്ണി വെച്ച് പടം കൊള്ളാതായിട്ട് ആളുകൾ വന്ന് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോൾ അതെല്ലാം ഈ റിവ്യൂവേഴ്സിൻ്റെ തലയിൽ കൊണ്ടിടുന്നത് സ്വന്തം കഴിവില്ലായ്മ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ സത്യം കയ്പ് നിറഞ്ഞാണെന്നെന്തോ ഒരു പഴഞ്ചൊല്ല് എന്തൊക്കെയില്ലേ, അതുപോലെയാണ് ഇപ്പം സ്വന്തം കുറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തം കഴിവുകേട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ ഇവന്മാരെല്ലാം, ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഇവരെന്മാരെല്ലാം വന്ന് കിടന്ന് ഈ കരയുന്നത്. പണ്ടത്തെ പോലെ കാട്ടിക്കൂട്ടി പണി വെച്ചാലൊന്നും മലയാളി ഓഡിയൻസിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം എത്ര വലിയ കൊമ്പൻ്റെ പടമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഏട്ടനും ഇക്കയും അതുപോലെ മെയിൻ സ്ട്രീം നിൽക്കുന്ന വലിയ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള മുഖങ്ങൾ വന്ന് ഓരോ പടങ്ങളും കൊണ്ട് വന്നു കഴിഞ്ഞാലും പൊട്ടിച്ച് കൈ കൊടുക്കും കൊള്ളൂല്ലെങ്കിൽ കേരളത്തിലെ ഓഡിയൻസ്, അതറിയാലോ. അതുപോലെ തന്നെ ഒരു സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടാത്ത പടമാണെങ്കിൽ കൂടെ, ഒരു ഹൈപ്പും ഇല്ലാതെ സൈലന്റ് ആയിട്ട് വരുന്ന പടമാണെങ്കിൽ കൂടെ ആൾക്കാർ കണ്ടിട്ട് വേർഡ് ഓഫ് മൗത്തിലൂടെ ആ പടങ്ങളൊക്കെ വമ്പം വിജയമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ പടം വിജയിക്കാൻ ഒരു സ്റ്റാർ വാല്യൂവും വേണ്ട, ഒരു ഹൈപ്പും വേണ്ട. പടം നന്നായി കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് ഇല്ലെങ്കിലും ഒരു വലിയ സ്റ്റാർ വാല്യൂ ഉള്ള മുഖം പോലും ആ പടത്തിനകത്തില്ലെങ്കിലും ഈസി ആയിട്ട് പടം നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കും. അത് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ പരാതി കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞ് മാത്രമല്ല, ഇതിനകത്ത് കഥ വിളിച്ച് പറഞ്ഞു, അശ്വന്ത് ഗോക്ക് കഥ വിളിച്ച് പറഞ്ഞു, സ്ത്രീ കഥാപാത്രങ്ങളെ വ്യക്തിഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ഞാൻ കണ്ടാണ്. അതിനകത്ത് കേട്ടിട്ട് ഇതിന്റെ കഥ മൊത്തം ഒന്നും വിളിച്ച് പറയുന്നില്ല. അത് അശ്വന്ത് ഗോക്ക് പറഞ്ഞത് മാത്രമാണ് ഇതിന്റെ കഥ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തിനാണോ തിയേറ്ററിൽ കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പോയി? അതാണ് എന്റെ ചോദ്യം. അത് റിവ്യൂ കണ്ടിട്ട് അതിനകത്ത് അതിനും മാത്രം ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ചെറിയൊരു സിനോപ്സിസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് പോയിന്റ് കൊള്ളാത്ത കുറെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിന്റെ കഥ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നീയൊക്കെ ഇനി സിനിമ എടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെയാണ് സിനിമയുടെ ഫുള്ള് കഥയെങ്കിൽ സിനിമ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പറയുന്നുണ്ട് വ്യക്തിഹത്യ ചെയ്തു, സ്ത്രീ കഥാപാത്രങ്ങളെ വ്യക്തിഹത്യ ചെയ്തു. ഇത് ഒരു വിക്ടം കാർഡ് ഇറക്കുകയാണ്. ഈ പണം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കേസിനൊരു ബലം കാണൂല. അതുകൊണ്ട് സ്ത്രീകളെ അത് ചെയ്തു, സ്ത്രീകളെ പറ്റി അപമര്യാദയായി പറഞ്ഞു, വ്യക്തിഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കേസിന് ബലം കിട്ടുമല്ലോ. അതിനു വേണ്ടി കുത്തി തിരികെ വെച്ചതാണ് അശ്വന്ത് ഗോക്ക്. ആ റിവ്യൂവിലാകെ പറഞ്ഞത് കോളേജ് വിദ്യാർത്ഥികളായിട്ട് കിളവികളെ കൊണ്ടുവരുന്നു. ഇത് മറ്റേ ഇൻസ്റ്റഗ്രാമിൽ കാണുമല്ലോ, ആൻറ്റിന്ന് വിളിച്ചതിന് കേസ് കൊടുത്തു, യുവാവിന് കോടതി ശിക്ഷ വിളിച്ചു എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കാസ്റ്റിംഗ് ചെയ്തത് വൻ അബദ്ധമാണെന്നാണ് അതിനകത്ത് പറയുന്നത്. ഈ കോളേജ് വിദ്യാർത്ഥികളായിട്ട് പ്രായം തോന്നിക്കുന്ന ആളുകളെ കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്, അങ്ങനെ സിനിമയിൽ ഒരുപാട് പാളിച്ചകൾ എടുത്ത് പറയുന്നുണ്ട്. കണ്ടിന്യൂറ്റി ഇഷ്യൂസിനെ പറ്റി പറയുന്നുണ്ട്, ഇതുപോലെ കാസ്റ്റിംഗ് ഇഷ്യൂസിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ എയുടെ അതിപ്രസരത്തിനെ പറ്റിയും പറയുന്നുണ്ട്. ഇത്രയും ഫ്ലോപ്പുകളാണ്, കൂടുതലും അതിൻ്റെ ഫ്ലോപ്പ് കാര്യങ്ങളാണ് കൊക്ക് ആ റിവ്യൂവിനകത്ത് പറയുന്നത്. എന്തൊക്കെയാണ് ഫ്ലോപ്പായത് എന്നൊക്കെയാണ് പറയുന്നത്. ആ കൊക്കിൻ്റെ റിവ്യൂവിൽ ആകെ 10-12 മിനിറ്റുള്ള റിവ്യൂവിനകത്ത് ആ പറഞ്ഞതാണ് സിനിമയുടെ കഥ മൊത്തം പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വൻ ദുരന്തം, കാട്ടപരാധം എന്നതിന് ഞാനും പറയും. പിന്നെ ഇതിനകത്ത് കണ്ടമാന AI ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ലോ ബഡ്ജറ്റിലും എത്ര പടങ്ങൾ സീനായിട്ട് മേക്കിംഗ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടല്ലേ നമ്മൾ ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇമാതിരി AI വെച്ച് ഇങ്ങനെ വണ്ണി വിട്ട് കഴിഞ്ഞാൽ, AI വെച്ച് പണ്ണനാണെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽ കണ്ടാൽ പോരെ. ഇപ്പം ഇവിടെ ഒരു കൊല്ലം നൂറുകണക്കിന് പടങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിൽ മോസ്റ്റ് ഓഫ് ദി പടങ്ങളെക്കാട്ടിലും ക്വാളിറ്റി ഉള്ള രീതിയിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽ കാണാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാം. ആ ലെവൽ ഓഫ് മേക്കിങ്ങിൽ റീലുകൾ 30 സെക്കൻഡ് റീലിന് വേണ്ടിയിട്ട് പോലും ആളുകൾ അത്രത്തോളം എഫേർട്ട് ഇട്ട് അത്രത്തോളം നല്ല രീതിയിൽ കഥയുള്ള റീലുകൾ 30 സെക്കൻഡിൽ കൊള്ളിച്ച് നമ്മളെ വൻ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഒരു സിനിമയോളം ഇഷ്ടപ്പെടുന്ന രീതിയിൽ റീലുകളും യൂട്യൂബ് വീഡിയോസും ഷോർട്ട് ഫിലിമുകളും ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഈ കാലത്ത് 500 രൂപ മുടക്കി തിയേറ്ററിൽ ഇമാതിരി അപരാധം കാണാൻ ആരും വരില്ല. സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള റീലുകളും യൂട്യൂബ് വീഡിയോസും ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഈ കാലത്ത് 500 രൂപ മുടക്കി സിനിമ തിയേറ്ററിൽ വന്ന് കാണണമെങ്കിൽ അമ്മാതിരി ക്വാളിറ്റി ആ പടത്തിനുണ്ടാവണം. ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ എടുത്തത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കരഞ്ഞുകൊണ്ട് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തിന് മണ്ടയ്ക്ക് എത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒന്നും അപ്രിഷ്യേറ്റ് ചെയ്യണം, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു അതുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നല്ല സാധനം ഇറക്കി വിട്ടാൽ അതിപ്പോൾ ലോ ബഡ്ജറ്റ് ആണെങ്കിലും ഹൈപ്പ് ഇല്ലെങ്കിലും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനില്ലെങ്കിലും എല്ലാം പുതുമുഖങ്ങളാണെങ്കിൽ തന്നെ
ഈസി ആയിട്ട് ആ പടം വിജയിക്കും. അതാദ്യം മനസ്സിലാക്കി. ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഓഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് ഓഡിയൻസിനെയൊക്കെ മനസ്സിലാക്കി പണ്ടത്തെ പോലെ തട്ടിക്കൂട്ടൊന്നും സിനിമയുള്ള മുഖം കൊണ്ട് ഹാർഡ് വർക്ക് ആണെന്നും പറഞ്ഞ് തട്ടിക്കൂട്ടി പണി വിട്ടാലൊന്നും ആരും കാണാനൊന്നും പോകുന്നില്ല. പടം നന്നായാൽ ഡയറക്ടർ എല്ലാം വലിയ കില്ലാടി, കഥ എഴുതിയവൻ കില്ലാടി, അഭിനയിച്ചവൻ വലിയ കൊമ്പത്തെ ആള്. പടം പൊട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർക്കൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതെല്ലാം റിവ്യൂവേഴ്സിന്റെ തലയിൽ. എന്തേലൊക്കെ കാണിക്കട്ടെ കോപ്പ്, അവന്മാരുടെ ഒരു സമാധാനം. പടം പൊട്ടിയതിന്റെ വിഷമം തീരാൻ എന്തെങ്കിലുമൊക്കെ ആരുടെയൊക്കെ തല കയറണമല്ലോ, അത് വെച്ച് അവര് സമാധാനിക്കട്ടെ. നീയൊക്കെ എന്തൊക്കെ ചെയ്താലും ആർക്കൊക്കെ എതിരെ കേസ് കൊടുത്താലും യൂട്യൂബിൽ സിനിമ റിവ്യൂ കംപ്ലീറ്റ്ലി ബാൻ ചെയ്താലും, ഇന്ത്യയിൽ നിന്ന് തന്നെ സിനിമ റിവ്യൂ ബാൻ ചെയ്തെന്ന് പറഞ്ഞാലും പടം ഉള്ളതില്ലെങ്കിൽ ഒരുത്തൻ തിയേറ്ററിൽ കയറില്ല. നിനക്കൊന്നും നിന്റെ മുടക്ക് മുതലും കിട്ടൂല. എല്ലാവരുടെയും വായിൽ പശ തിരികെ ഒട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നീയൊക്കെ റിവ്യൂ അങ്ങ് ബാൻ ചെയ്യും. റിവ്യൂ ബാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പടച്ചു വിട്, കുറെ അലവലാതി പടങ്ങൾ പടച്ചു വിട്. അപ്പൊ അതൊക്കെ വിജയിക്കുമെന്ന് നോക്കാം. എത്ര റിവ്യൂ ചെയ്തിട്ടാണ് ഇവന്മാർ ഈ പടങ്ങളൊക്കെ പൊട്ടുന്നതും മുതൽ തിരിച്ചു കിട്ടുന്നതെന്നൊക്കെ നോക്കട്ടെ. അപ്പൊ ഇവന്മാർ ആരുടെ തലയ്ക്ക് ഇടുവോ എന്തോ, അത് കണ്ടറിയാം. അപ്പം അറിയാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.